ഹായ് ഗൈസ്, എല്ലാവർക്കും PSC ഗൈഡിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 14ാമത്തെ ദിവസമാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം ഏത്? ഓപ്ഷൻ ബി, ബംഗ്ലാദേശ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ആസ്ടെക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടർ സമ്പ്രദായം ഏർപ്പെടുത്തി, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു, ഇവയെല്ലാം ശരിയാണ്. 1663 കൊച്ചി പിടിച്ചെടുത്തു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. JM ചാറ്റർജി, ഭാരത് മാതാ സൊസൈറ്റി, ബരീന്ദ്രനാഥ ഘോഷ് അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, VD സവർക്കർ അഭിനവ് ഭാരത്. 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഓപ്ഷൻ സി, കുൻവർ സിംഗ് ആണ് ആരയിൽ നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. കുറിച്യ ലഹള, സന്യാസി കലാപം, സാന്താൾ കലാപം, പഴശ്ശി കലാപം. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. BDAC. ഇതിൽ സന്യാസി കലാപമാണ് ആദ്യം നടന്നത്, അതിനുശേഷം പഴശ്ശി കലാപം, കുറിച്യ ലഹള, സാന്താൾ കലാപം. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെ? ഓപ്ഷൻ എ, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏത്? നിത്യഹരിത വനങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ധുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി, നർമ്മദ. ട്രെപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏത്? ഓപ്ഷൻ ഡി, സെറ്റ്സെ ഫ്ലൈ ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറബിക്ക ഒരു കാപ്പിയാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി, പെട്രോളിയം ആണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത്. ഇവിടെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? ഓപ്ഷൻ എ, ദാവോസിലാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, 1 ഉം 4 ഉം.
1,00,000 രൂപ വരെ വ്യക്തിയിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നു എന്നതും നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു എന്നതുമാണ് ശരിയായിട്ടുള്ളവ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ ബി 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ സി സാരഥി, പ്രവാഹ് എന്നിവയാണ് ശരിയായിട്ടുള്ള പദ്ധതികൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ഡ്രാഗൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നും അംഗമായിരുന്നത്? കെ എ മുഹമ്മദ് ആണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ 7 വർഷം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 42ാം ഭേദഗതി പ്രകാരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ലോട്ടറിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആസാം. ക്രമത്തിൽ എഴുതുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, അത് ലോകാരോഗ്യ ദിനമാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി, മനുഷ്യാവകാശ ദിനം, നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി, ഭൗമദിന പ്രമേയം, തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗാ ദിനമായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉണർവ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? ലോക് അദാലത്ത് എന്ന പദം ജനങ്ങളുടെ കോടതിയെ സൂചിപ്പിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ് ശരിയായിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് പാലക്കാട്, വയനാട്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആയിരുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ ആനയറയിലാണ്. ഓപ്ഷൻ എ ആനയറ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? കേരളത്തിലെ തൃതീയ ആരോഗ്യ സേവനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ്? ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ.
കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി ക്യാൻസർ ബോധവൽക്കരണത്തിനായിട്ടുള്ളതാണ്. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏത്? ATPയുടെ നിർമ്മാണം മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? എംഫിസിമയ്ക്ക് കാരണമാകുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഇവിടെ ഓപ്ഷൻ ബി A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മന്ദുരോഗത്തിന്റെ രോഗകാരിയാണ് വുച്ചറേറിയ ബ്രാൻകോഫ്റ്റി എന്ന വിരകൾ. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പരിണിത ബലം നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് ശബ്ദ തരംഗം. ഘർഷണമില്ലാതെ ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ഓപ്ഷൻ ഡി 1.2 m/s². സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? സ്നോ ബ്ലൈൻഡ് ഒരു മാൽവെയർ ആണ്. ഓപ്ഷൻ ഡി. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? ഓപ്ഷൻ സി 16 ആണ്. ഒരു നിശ്ചിത മാസ് വാതകത്തിൽ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 5 atm. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ കാന്തിക വിഭജനം. ഇരുമ്പിന്റെ അയിരിനെ വേർതിരിക്കാനായിട്ട് കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് ഇൽമെനൈറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ജലവുമായി ചേർന്ന് പ്രവർത്തിച്ച് കത്തുന്ന വാതകം ഉണ്ടാക്കുന്നത് കാൽസ്യം കാർബൈഡ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി മുരളി ചീരോത്താണ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ നവ്ദീപ് സിംഗ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984 എന്നുള്ളതാണ്.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ്റേതാണ്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം ശരിയാണ്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലം ഏതാണ്? രാജ്യസമാചാരം ഓപ്ഷൻ ബി ഇല്ലിക്കുന്നിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ സി 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി പി സതീദേവി. അടുത്ത ക്വസ്റ്റ്യൻ. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്നത് ഓപ്ഷൻ ബി പ്രിന്ററിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്കാണ് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് 2024 കിട്ടിയത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? പോക്സോ നിയമപ്രകാരം തെറ്റായ വിവരം നൽകിയാൽ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് ഓപ്ഷൻ എ സെക്ഷൻ 22. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യമാണ്? ഓപ്ഷൻ സി സ്വീഡൻ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? വൃദ്ധസദനങ്ങളെക്കുറിച്ച് പറയുന്നത് അധ്യായം 3-ലാണ്. 2025 കബഡി ലോകകപ്പ് വേദിയാവുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ഇവിടെ എല്ലാം ശരി എന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൺ ബിലോ. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഗോസ് ഔട്ട്. ഓപ്ഷൻ എ ഡസ് ഷീ. Fill up the correct preposition. Rohan is interested in learning new languages. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. Change the following sentence from active to passive form. Choose your answer from the given option. My cousin has drawn this picture.
ഇവിടെ ഓപ്ഷൻ സി, ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. Fill up suitably. Wide means the same as option D, broad. Replace the underlined word in the following sentence with a suitable phrasal verb. We will cancel the trip if the weather is bad. Option A, call off. Choose the correct spelled word from the following. ആർഗ്യുമെന്റിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഓപ്ഷൻ സിയിലാണുള്ളത്. Change the following sentence into reported speech. How do you feel this morning? He asked me. ഇവിടെ ഓപ്ഷൻ സി, he asked me how I felt that morning. Fill up the correct tense form from the form of the verb given in the bracket. When her mother arrived, Isha had finished the laundry. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. Complete the following sentence suitably. Unless you study well, you could pass. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ഇവിടെ ഓപ്ഷൻ സി, എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത്? ഇവിടെ ഓപ്ഷൻ ഡി, കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്തൃതമാകും ഇപ്പോൾ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പര്യായ പദം ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പര്യായ പദം ഓപ്ഷൻ എ, അച്ഛൻ ജനയിതാവ് എന്നതാണ് ശരിയായിട്ടുള്ളത്. കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? ഫ്രം എന്നതിന് പകരം ഓപ്ഷൻ എ, പ്രേഷിതൻ എന്നതാണ് ശരി. പിരിച്ചെഴുതിയതിൽ ശരി ഏത്? കൺ പ്ലസ് നീർ, കണ്ണീർ എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ വിപരീത പദങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ എ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അബദ്ധം, സുബദ്ധം, ഖണ്ഡനം, മണ്ഡനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏത്? ഇവിടെ 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഇവിടെ സമാനാർത്ഥം വരാത്തത്, ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ഓപ്ഷൻ സി ആണ് സമാനാർത്ഥം വരാത്തത്. ഐകമത്യം മഹാബലം, നാരുകൾ ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇവ മൂന്നും ഒരു സമാനാർത്ഥം വരുന്നവയാണ്. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും എന്നത് സെയിം അർത്ഥം വരുന്നതല്ല. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഓപ്ഷൻ ഡി, സഹോദരിയുടെ മകനെയാണ് ഭാഗിനേയൻ എന്ന് പറയുക. വ്യത്യസ്തമായ സമാസമുള്ള പദം ഏത്? ഇവിടെ സമാസം വ്യത്യസ്തമായത് ഓപ്ഷൻ എ, മരപ്പൊടിക്കാണ്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.